പട്ടയഭൂമിയിൽ ക്വാറികൾക്കും ക്രഷർ യൂണിറ്റുകൾക്കും പ്രവർത്തനാനുമതി നൽകാൻ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. പുതിയ ഉത്തരവോടെ നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി പൂട്ടിയ പട്ടയഭൂമിയിലെ ക്വാറികൾക്ക് പ്രവർത്തനാനുമതി ലഭിക്കും. നിയമവകുപ്പിന്റെ എതിർപ്പിനെ എജിയുടെ നിയമോപദേശത്തിന്റെ സഹായത്തോടെ മറികടന്നാണ് ക്വാറികൾക്ക് തുടർ പ്രവർത്തനാനുമതി നൽകാനുള്ള ഉത്തരവ്. പട്ടയഭൂമിയിൽ കൃഷിയും ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങളും മാത്രമേ അനുവദിക്കൂ എന്ന് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു. പട്ടയഭൂമിയിൽ ക്വാറികൾ നടത്തിയാൽ അത് റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കുമെന്നും സത്യവാങ്മൂലത്തിലൂടെ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ അപ്രസക്തമാക്കുകയാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. നിയമലംഘനത്തിന്റെ പേരിൽ സ്റ്റോപ്പ് മെമ്മോ ലഭിച്ച ക്വാറികൾക്കടക്കം പുതിയ സർക്കാർ ഉത്തരവോടെ പ്രവർത്തിക്കാൻ കഴിയും. നിയമവകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ സഹായത്തോടെ റവന്യൂ വകുപ്പാണ് വിവാദ ഉത്തരവ് പുറത്തിറക്കിയത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വാസ് മേത്തയുടെ ഉത്തരവ് പുറത്തിറങ്ങിയത് നവംബർ 11-നാണ്. ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താതെയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഉത്തരവോടെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകളിലടക്കം ക്വാറികൾക്കും ക്രഷറുകൾക്കും ഇനി പ്രവർത്തിക്കാൻ കഴിയും. അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉത്തരവ് പുറത്തിറക്കിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ അനൌദ്യോഗിക വിശദീകരണം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു അത്രേ ഈ ഉത്തരവ്. റിപ്പോർട്ടർ, കൊച്ചി.